വാർത്തകളിലേക്ക് വിശദമായി പോകാം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നാണ്. രാവിലെ 11-ന് കോടതി നടപടികൾ ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ശിക്ഷ വിധിക്കും. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന ഉൾപ്പെടെ 10 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ആ ശിക്ഷ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. കഴിഞ്ഞ 9 വർഷമായുള്ള കേസിന്റെ ശിക്ഷാവിധി വരുമ്പോൾ വളരെ ആകാംക്ഷയിലാണ്. എന്തൊക്കെയാണ് വാദിച്ചിരുന്നത്? കോടതിയിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വളരെ ആകാംക്ഷയോടെ, ഒരുപക്ഷെ ഇത്രമേൽ സൗഹൃദം ഒരു കോടതി നടപടികളെ കേരളം വീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്താണ് കോടതിയിൽ നടക്കുന്നതെന്ന് ഇത്ര കൃത്യമായിട്ട് പിന്തുടർന്നിട്ടുണ്ടാകില്ല കേരളം. കാരണം ഇതിൻ്റെ നാൾവഴികളും നടപടികളുമെല്ലാം അത്ര കണ്ട വിവാദങ്ങളും എല്ലാം നിറഞ്ഞത് തന്നെയായതുകൊണ്ട് തന്നെ ആണ് ഇതിലേക്ക് പോകുന്നത്. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു നടൻ തന്നെ ഗൂഢാലോചനയിൽ പ്രതിയാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ വലിയ രീതിയിലാണ് അത് നോക്കിക്കണ്ടിരുന്നത്. പിന്നീട് അതിൻ്റെ ഒരു ട്രയൽ വർഷങ്ങൾ നീണ്ടുനിന്ന വിചാരണയും എല്ലാം തന്നെ പൂർത്തിയാകുന്നതിന് ശേഷം ഇതിൽ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്ന നടൻ തന്നെ അതിൽ കുറ്റം കോടതിയിൽ തെളിയാതെ തന്നെ ഒഴിവാക്കപ്പെടുന്നൊരു സാഹചര്യം വരുന്നു. ഒപ്പം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്കടക്കം കടക്കുകയാണ്. വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ്. ഇതിൽ ആദ്യത്തെ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടിരിക്കുന്നത്. ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കുക. കോടതി നടപടികൾ 11 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപടികൾ 11 മണിക്ക് ആരംഭിക്കുകയും ചെയ്യും. ഈ 11 മണിക്ക് കോടതി നടപടികൾ തുടങ്ങുമ്പോൾ ഇവർക്കുള്ള വിധി പ്രസ്താവത്തിലേക്ക് കടക്കും മുമ്പ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഈ പ്രതികൾക്ക് അവരുടെ ഭാഗം കൂടി പറയാൻ, തങ്ങൾ കുറ്റക്കാരല്ല എന്നത് കൂടി പറയുവാനുള്ള അവസാനപ്പെട്ട ഒരു അവസരം, അതിൽ തങ്ങൾ പ്രതികളല്ല എന്ന് പറയാനുള്ളൊരു അവസരം കൂടി ലഭിക്കും. മറുവാദം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിന് ശേഷമായിരിക്കും വിധി പ്രസ്താവത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ ഒരു ഉച്ചയോടുകൂടിയായിരിക്കും വിധി പ്രസ്താവം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരമാവധി ശിക്ഷ ഇവർക്ക് നൽകണമെന്ന് സ്വാഭാവികമായും തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. കാരണം ഈ ചുമത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുന്നത് ഈ 6 പ്രതികൾക്ക് മേലാണ്. ഇവർക്ക് മേൽ നിലവിൽ ചുമത്തിയിരിക്കുന്നതെല്ലാം തന്നെയും ഗുരുതരമായ വകുപ്പുകൾ അടങ്ങിയതാണ്. കൂട്ടബലാത്സംഗം, സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, കുറ്റകരമായ ഗൂഢാലോചന തുടങ്ങി നിരവധിയായ വകുപ്പുകൾ തന്നെ ഈ 6 പ്രതികൾക്ക് എതിരെയും ചുമത്തിയിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇതെല്ലാം തന്നെയും. മറ്റ് അനുബന്ധ വകുപ്പുകളെല്ലാം തന്നെ വേറെയും ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ജീവപര്യന്തമോ അതിൽ കൂടുതൽ, കാരണം ചിലപ്പോൾ ഇരട്ട ജീവപര്യന്തം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിധിക്കാറുണ്ട്. അത് ഒരുമിച്ച് അനുഭവിക്കണോ വേണ്ടയോ എന്നതെല്ലാം തന്നെ കോടതിയുടെ ഒരു വിവേചനാധികാരവും എല്ലാം തന്നെയാണ്. ഇതിൽ പ്രതികൾ സ്വാഭാവികമായി മുന്നോട്ട് വയ്ക്കുക തങ്ങളിതിൽ കുറ്റക്കാരല്ല. അത് മാത്രവുമല്ല, ഈ 1-ാം പ്രതിയായ ഈ സുനിൽകുമാർ എന്ന പൾസസുനിയെ പോലുള്ളവർ ദീർഘകാലമായി വിചാരണയിലും മറ്റുമായിട്ട് ജയിലിൽ കഴിഞ്ഞവരാണ്. തങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെല്ലാം തന്നെ സ്വാഭാവികമായും ആവശ്യപ്പെടും. ഏതായാലും എന്താണ് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? കേരളം ഒരു കടുത്ത ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടെ ആണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം വളരെ ഹീനമായ ഒരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത്. ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുക, അതിൽ ബലാത്സംഗം ചെയ്യുക, ഒപ്പം തന്നെ അത് ക്യാമറയിൽ പകർത്തുക, അത് പ്രചരിപ്പിക്കുക, ഈ രീതിയിൽ അതൊരു കൊട്ടേഷനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുക, ഇതെല്ലാം തന്നെയാണ് കേരളത്തെ സമൂഹത്തിൽ തന്നെ ഞെട്ടിച്ചത്. ഒപ്പം ഇതിലിപ്പോഴും നിലനിൽക്കുന്നത് ഒരു ഗൂഢാലോചന എന്ന കാര്യങ്ങൾ, അതിൽ ഇപ്പോഴും സന്ദേഹങ്ങൾ അവശേഷിക്കുകയാണ്. ആരുടെ ഗൂഢാലോചന എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത ഇന്നുണ്ടാകുമെന്നതാണ്. കാരണം കഴിഞ്ഞ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 8-ാം തീയതിക്ക് ശേഷമുള്ള ഈ ദിവസങ്ങളിലെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള ആലോചനകളെല്ലാം പുറത്ത് നടക്കുന്നു. വലിയ രീതിയിലുള്ള ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. കാരണം 8-ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ ഈ കേസിൽ നിന്ന് വിട്ടയച്ചത് മുതൽ തന്നെ വലിയൊരു
വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു കോടതി വിധി. അപ്പോൾ അതിനെല്ലാം ഉത്തരം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് മറ്റു പ്രതികളെ, ദിലീപ് അടക്കമുള്ള മറ്റ് 4 പ്രതികളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി? അതിൽ കോടതിയുടെ കണ്ടെത്തലുകളാണോ അതിൽ പ്രധാനമായിരുന്നത്? ഇവരുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിയാതെ പോയോ? തെളിവുകളുടെ അഭാവമായിരുന്നോ? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൃത്യത, അതിലൊരു വ്യക്തതയും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ കോടതി വിധി പ്രതികൾക്കുള്ള ശിക്ഷ എന്താണ് എന്ന് അറിയാൻ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവർക്ക് ഈ മറ്റ് 4 പ്രതികൾ, ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത് എന്നതുകൂടി അറിയാനുള്ളൊരു കൗതുകവും എന്നതുകൂടി അറിയാനുള്ളൊരു താല്പര്യവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി ഇന്ന് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രസ്താവന നടത്തുന്നത്. നീണ്ട ഈ വിചാരണയുടെ നാളുകളിലെല്ലാം തന്നെ അവർ തന്നെയായിരുന്നു ഈ കേസ് കേൾക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് വിധി പ്രസ്താവത്തിലേക്ക് 11 മണിയോടെ കടക്കും. 6 പേരും കുറ്റക്കാര് എന്നതാണ് കോടതി കണ്ടിരിക്കുന്നത്. ഒന്നാം പ്രതിയായ സുനിൽകുമാർ എന്ന പൾസർ സുനി, അതോടൊപ്പം തന്നെ ഈ വാഹനം തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൻ്റെ ഡ്രൈവർ മാർട്ടിൻ ആൻ്റണി, മറ്റ് കൊട്ടേഷൻ സംഘാംഗങ്ങളായ മണികണ്ഠൻ, അതോടൊപ്പം തന്നെ VP വിജീഷ, വടിവാൾ സലീം എന്ന് പറയുന്ന സലീം, അതോടൊപ്പം പ്രദീപ് തുടങ്ങിയ പ്രതികളാണ് ഇത്തരം 6 പ്രതികൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇവർക്കുള്ള ശിക്ഷയും എന്താണ് എന്നറിയാൻ ആണ് 11 മണിയോടെ കോടതി ചേരുന്നത്. ശരി ഡാനി പറഞ്ഞതുപോലെ ഇത് സത്യത്തിലൊരു കേസിന്റെ അന്ത്യം എന്ന് പറയാൻ കഴിയില്ല, മറ്റൊന്നിന്റെ തുടക്കം കൂടിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിധിപ്പകർപ്പ് അത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എങ്ങനെ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടു എന്ന കാര്യം ഈ വിധിപ്പകർപ്പിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷം ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പ്രോസിക്യൂഷൻ പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അശ്വതി, ഇതിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി കോടതിയെ സമീപിക്കണമെങ്കിൽ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അതിൽ കൃത്യതയോടുകൂടി പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ ഒരു സാങ്കേതിക അടിസ്ഥാനത്തിൽ കൃത്യമായും വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായി ഹൈക്കോടതിയിലേക്ക് പോകുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അതിജീവിതയുടെ അഭിഭാഷക TV മിനി അവർ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് തുറന്ന് സംസാരിക്കാനുണ്ട്. അതിജീവിത ഈ വിചാരണ വേളയിലടക്കം നേരിട്ടത് കടുത്ത മാനസിക സംഘർഷമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറയാനുള്ളതെല്ലാം ഈ വിധി പ്രസ്താവത്തിൽ എന്താണ് ഉള്ളത്, എന്തുകൊണ്ട് ഈ പ്രതികളെല്ലാം തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം, മറ്റു പ്രതികൾ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ ആ വിധി പകർപ്പ് കിട്ടിയിട്ട് എനിക്ക് പറയാനുണ്ട്, തീർച്ചയായും ഞാനത് പറയുകയും ചെയ്യും. കാരണം അവരുടെ ഒരു പ്രതികരണം പിന്നീട് ഈ കോടതിയുടെ കണ്ടെത്തലിന് ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും മറ്റു പ്രതികളെ ഒഴിവാക്കിയ നടപടിക്ക് ശേഷം പിന്നീട് ഉണ്ടായില്ല ഒരു പരസ്യ പ്രതികരണം. ഇവർക്ക് നേരെയും സൈബർ ആക്രമണവും കാര്യവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാമുള്ള ഒരു പ്രതികരണം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിൽ അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കും വരെ സർക്കാർ ഒപ്പമുണ്ട് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കോടതി വിധിക്ക് ശേഷം ഈ ഒരു അധ്യായം അവസാനിക്കുകയല്ല, മറ്റൊന്ന് തുറക്കപ്പെടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. കാരണം ഇനി നീണ്ട വ്യവഹാരങ്ങളുടെ ദിവസങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും. ഏതും മേൽക്കോടതി വരെയും ഇതിൽ നീതി ലഭിക്കും വരെ പോകുമെന്നത് പറഞ്ഞിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടണം. ഒരാളെ ഒഴിവാക്കി എന്ന് അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക പേര് പറഞ്ഞ് ഒഴിവാക്കുന്നു എന്നതല്ല. ഇതിൽ മുഴുവൻ പേരും കുറ്റക്കാരാണ്, മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടണമെന്നത് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഏതായാലും അത്തരം നടപടികൾക്ക് കൂടി ഒരുപക്ഷെ ഇന്നത്തെ വിധി പ്രസ്താവത്തിന് ശേഷം ഏറെ വൈകാതെ തന്നെ ഹൈക്കോടതിയിലും തുടക്കമാകും. ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളെയും കോടതിയിലെത്തിക്കുമല്ലേ ഡാനി? അത് മാത്രമല്ല അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കും. മനസ്സിലാകുന്നത് ഈ വീട്ടിലെ പ്രാരാബ്ദങ്ങളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, കുടുംബത്തെ നോക്കണം, ഇത്രയും നാൾ ജയിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കണം. അത്തരത്തിൽ അവരുടെ വാദങ്ങളും ഇന്ന് കേൾക്കും. തീർച്ചയായും. കാരണം കോടതി പ്രതിയുടെയും എല്ലാം തന്നെ അവർക്ക് പറയാനുള്ളത് തീർച്ചയായും തന്നെ കോടതി കേൾക്കും. കാരണം അതിൻ്റെ ഒരു രീതിയും നടപടികളും അനുസരിച്ച് അത് തന്നെയാണ്.
ഇതിൽ ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്കാണ് പ്രതികളെ കൊണ്ടുപോയിരിക്കുന്നത് 6 പേരെയും. അവിടെ നിന്ന് 11 മണിയോടുകൂടി ഇന്ന് കോടതിയിലെത്തിക്കും. വിധി പ്രസ്താവത്തിന് അവരും ഉണ്ടാകും. അവർക്ക് പറയാനുള്ളത് നേരിട്ടും അവരുടെ അഭിഭാഷകൻ വഴിയുമെല്ലാം തന്നെ കോടതി കേൾക്കും. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഈ കേസുകളുടെ എല്ലാം തന്നെ അവസാനം പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും തന്നെ കുടുംബ പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കൊടിയ കുറ്റവാളികളുടെ പല കേസുകളിലും തന്നെയും അവർ ഏറ്റവും അവസാനത്തെ ഒരു ആയുധം കോടതിക്ക് മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത് അവരുടെ പ്രാരാബ്ദങ്ങളും മറ്റാരുമില്ല, ജയിലിലേക്ക് തങ്ങൾ പോവുകയാണ്, കടുത്ത ശിക്ഷ നൽകുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സ്ഥിതിയും കാര്യങ്ങളും എല്ലാം തന്നെ വയ്ക്കും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വന്നതാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങളുടെ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടുപോവുകയായിരുന്നു എന്നതെല്ലാം പലപ്പോഴും പല കോടതി നടപടികളുടെ ഭാഗമായി നമ്മൾ കണ്ടിട്ടുണ്ട്. പല കേസുകളുടെ ഭാഗമായി ഈ പ്രതികൾ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെയും അത്തരം കാര്യങ്ങൾ തന്നെ ഈ പ്രതികൾ ഉന്നയിക്കാൻ തന്നെയാണ് പൂർണ്ണമായും തന്നെ സാധ്യതയുള്ളത്. അത്രയും കാര്യങ്ങളും ഒപ്പം തന്നെ തങ്ങളിതിൽ പ്രതികളല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടേക്കാം. ഏതായാലും കോടതിക്ക് മുന്നിൽ ഈ ദിവസങ്ങളിലുള്ളത് ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ സംഘം ചേർന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകലും അത് കൂട്ടബലാത്സംഗവും ഉൾപ്പെടെ നിരവധിയായ വകുപ്പുകൾ IPC പ്രകാരമുള്ള നിരവധിയായ വകുപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇവർക്ക് മേൽ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചുമത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ ഇവർക്ക് മേലുള്ളത് നിലനിൽക്കും. ഈ 6 പേരും കുറ്റക്കാരാണ് എന്നത് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ ഈ പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കാരണം കേരളം അത്രമേൽ ഞെട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതുപോലെ സമാനതകൾ മറ്റു കുറ്റകൃത്യങ്ങളുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ കൊട്ടേഷൻ പ്രകാരം ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, ബലാത്സംഗം ചെയ്യുക എന്നതെല്ലാം തന്നെ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. അപ്പോഴും ഈ ഗൂഢാലോചന എന്നതടക്കമുള്ള കാര്യങ്ങൾ, കാരണം 120B കുറ്റകരമായ ഗൂഢാലോചന നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇതാരുടെ ഗൂഢാലോചനയാണ്, ഇതെങ്ങനെയാണ് നടപ്പാക്കിയത്, എന്താണ് ഇവർ ഈ 6 പേർ ചേർന്നാണെങ്കിൽ എന്താണ് അവരുടെ മോട്ടീവ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഇന്ന് വിധിപ്പകർപ്പ് വരുന്നതോടുകൂടി അത്തരം ചോദ്യങ്ങൾക്ക് കൂടി അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോ മറു ചോദ്യങ്ങൾക്ക് തുടക്കമാകുമോ, അതും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.